إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പുണ്യമാക്കപ്പെട്ട ശ്രേഷ്ഠമായ മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിലൊക്കെ നാം അനുഷ്ഠിച്ച ഓരോ അമലുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായും നമ്മിൽ നിന്നും സ്വീകരിക്കുകയും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ നമുക്ക് മാപ്പാക്കി നൽകുകയും സ്വർഗത്തിന്റെ ഉന്നത ദറജകളിൽ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നമ്മൾ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയുടെ മര്യാദകളും ആദാബുകളും ഒക്കെ കൃത്യമായി നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. റമദാനിലാകുമ്പോൾ പ്രത്യേകിച്ചും അതിന് ഇരട്ടി പുണ്യമായി അല്ലാഹു പ്രതിഫലം രേഖപ്പെടുത്തും. റമദാൻ മാസമാകുമ്പോൾ നമ്മൾ സാധാരണ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കാറുണ്ട്, പറയാറുണ്ട്. റമദാനിൽ മാത്രമാണോ സക്കാത്ത് എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. സക്കാത്ത് കൊടുക്കേണ്ട മാസം റമദാനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരാൾക്ക് എപ്പോഴാണോ
ജക്കാത്ത് കൊടുക്കുവാനുള്ള അതിന്റെ നിസ്വാബ് പരിധി എത്തുകയും അതല്ലെങ്കിൽ ഹൗല് തികയുക, ഒരു വർഷം പൂർത്തിയാകുകയും ചെയ്യുന്നത് ഏത് സമയത്താണോ ആ സമയത്താണ് അവൻ ജക്കാത്ത് നിർബന്ധമായി നൽകേണ്ടത്. എങ്കിലും നമുക്ക് മുമ്പുള്ള സലഫു സാലിഹുകളായ പണ്ഡിതന്മാരായ ആളുകളൊക്കെ പലപ്പോഴും റമദാനിന്റെ തൊട്ട് മുമ്പോ അതല്ലെങ്കിൽ റമദാനിന് ശേഷവുമൊക്കെ ഹൗല് തികയുന്ന നിസാബ് എത്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവർ റമദാനിലേക്ക് അതിനെ മാറ്റിവെക്കുമായിരുന്നു. റമദാനിലെ പുണ്യവും ആ സമയത്ത് ലഭിക്കുന്ന ശ്രേഷ്ഠതയും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കി നമ്മൾ പോലും പലരും സക്കാത്ത് കൊടുക്കുവാൻ വേണ്ടി വർഷത്തെ കണക്കാക്കിയിട്ടുള്ളത് പലപ്പോഴും റമദാനിലാണ്. ചില ആളുകൾ റമദാനിന്റെ പകുതി കഴിഞ്ഞതിന് ശേഷവും അവസാനത്തെ 10കളും ഒക്കെ തിരഞ്ഞെടുക്കും. നല്ലതാണ്. അള്ളാഹു അത് പരിപൂർണമായും നമ്മുടെ നിയ്യത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ പലപ്പോഴും പലരും ഈ സക്കാത്തിനെ വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത രൂപത്തിൽ കാണുന്നത് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യമാണ്. സക്കാത്ത് നമസ്കാരത്തോടൊപ്പമാണ് അള്ളാഹു പലപ്പോഴും ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരത്തിൽ കൊടുക്കുന്ന കണിശത, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും ആ ഒരു കണിശത സക്കാത്തിൽ കാണിക്കാത്തത് വളരെ അപകടമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ ഒരു വചനം സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. അവിടെ അല്ലാഹു തആല പറഞ്ഞു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് കൃത്യമായി നിർവഹിക്കുകയും റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നിടത്ത് നമസ്കാരവും സക്കാത്തും ഒരുമിച്ച് വരുന്നു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ 80-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം അങ്ങനെ പറഞ്ഞു. അപ്പൊ എത്ര ഗൗരവത്തിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നിന്റെ സമ്പത്തിൽ നിന്നും നീ നൽകേണ്ട ദാനം, നിർബന്ധമായ ദാനം നീ അത് കൊടുക്കുക, നീ അത് കൊടുത്തൊഴിവാക്കുക. അത് നിന്നെ എന്ത് ചെയ്യും? തുസക്കീഹിം തുതഹിറുഹും, നിന്നെ ശുദ്ധീകരിക്കും, നിന്നെ സംസ്കരിക്കും. അങ്ങനെ സക്കാത്ത് എന്ന പദത്തിന് പോലും അർത്ഥം എന്താണ്? വളർച്ച, അതല്ലെങ്കിൽ ശുദ്ധീകരണം എന്നാണ്. നമ്മളുടെ സമ്പത്തിനെയും നമ്മളുടെ മനസ്സിനെയും ഒന്ന് ശുദ്ധീകരിക്കുകയും അതോടൊപ്പം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരിക്കലും ഇല്ലാതാകാറില്ല. അള്ളാഹു സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്രാവശ്യം സക്കാത്ത് കൊടുത്തവൻ അടുത്ത വർഷവും സക്കാത്ത് കൊടുക്കുന്നവനായി തന്നെ തുടരുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു വർധനവ് നൽകുമെന്നുള്ളതും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രവുമല്ല, അല്ലാഹു തആല സൂറത്ത് തൗബയിൽ ഈ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞത് വസല്ല അലൈഹിം, നമസ്കാരത്തെ കുറിച്ചാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന് അയക്കുകയാണ്, ദഅവത്തിന് വേണ്ടി അയക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉദ്ഉഹും ഇല ഷഹാദ, അവരെ നീ ആദ്യം ക്ഷണിക്കേണ്ടത് ഷഹാദത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ആ സത്യ സന്ദേശം യമനിലുള്ള ആളുകൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. ഫഇൻഹും അതാഉ ലിദാലിക ഫഅലിംഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം 5 സ്വലവാത്തിൻ ഫി കുല്ലി യൗം. അത് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമസ്കാരത്തെ കുറിച്ചാണ്. 5 നേരത്തെ നിസ്കാരം അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് നിർവഹിക്കുന്നതിനെ കുറിച്ച് എല്ലാ ദിവസവും നിർവഹിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇൻഹും അതാഉ ലിദാലിക ഫഅലിംഹും അന്നല്ലാഹ ഫറള അലൈഹിം സ്വദഖ ഫി അംവാലിഹിം. അതും അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാമതായി അള്ളാഹു അവരിൽ നിർബന്ധമാക്കിയ നിർബന്ധ ദാനത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച് താങ്കൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾക്കൊരു നിസ്വാബ്, നിശ്ചിതമായ ഒരു പരിധി അത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ധനത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, സ്വർണത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, വെള്ളിക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്.
നമ്മളുടെ കച്ചവട സാധനങ്ങൾക്കും കച്ചവട വസ്തുക്കൾക്കും ഒക്കെ അല്ലാഹു തആല അതിനെല്ലാം ഒരു എവിടം വരെ എത്തണമെന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി എത്തുകയും ഒരു കൊല്ലം പൂർത്തിയാവുകയും ചെയ്യുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അത് 8 അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 60-ാമത്തെ ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. ഫഖീറുകളായ ദരിദ്രരായ ആളുകൾ, മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ടുള്ള മിസ്കീനുകളായ ആളുകൾ, അതുപോലെ തന്നെ സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു സംഘം ഉണ്ടാകണമെന്നാണ്. സക്കാത്ത് ശേഖരിക്കാനും ആ സക്കാത്തിന്റെ അവകാശികളെ കണ്ടെത്തി ലിസ്റ്റാക്കാനും ആ ശേഖരിച്ച സമ്പത്ത് സക്കാത്ത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നല്ലൊരു പണി എടുക്കുന്ന ഒരു ടീം വേണമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ആളുകളും സക്കാത്ത് സെൽ എന്നൊക്കെ പറയുന്നതിനെ ആക്ഷേപിക്കാറുണ്ട്. അത് ഇസ്ലാമിക മര്യാദയാണ്. അവരിൽ നിന്നും ശേഖരിച്ച്, പണക്കാരിൽ നിന്നും ധനം ശേഖരിച്ച് പാവങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം അൽഹംദുലില്ലാഹ് നമ്മളുടെ ഇവിടെയും അത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് നിങ്ങളുടെ സക്കാത്തുകൾ കൊടുത്താൽ അത് അർഹരിലേക്ക് എത്തിക്കും. അങ്ങനെ ശേഖരിക്കുന്ന ആളുകൾക്കും അവരും സക്കാത്തിന്റെ അവകാശികളാണെന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഏൽപ്പിക്കുന്ന ടീമും സക്കാത്തിന്റെ അവകാശികളാണ്. അതുപോലെ തന്നെ മുഅല്ലഫത്തുൽ ഖുലൂബ്, ദീനിലേക്ക് മനസ്സിണക്കപ്പെട്ട ആളുകൾ, മറ്റുള്ള മതവിശ്വാസികളായിരിക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, അത് പഠിക്കുന്ന, അതിനോട് ഇണക്കമുള്ള, അതിലേക്ക് കടന്നു വന്ന അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ സക്കാത്തിൽ നിന്നുള്ള വിഹിതം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അതുപോലെ പിന്നെ അടിമത്വത്തിൽ നിന്നും മോചിതരായി തീർന്ന ആളുകൾ, അല്ലെങ്കിൽ അടിമകളായ ആളുകൾ, അതുപോലെ തന്നെ പിന്നെ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ, കടക്കണിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, സമ്പത്തുള്ളവരായിരുന്നു പെട്ടെന്ന് കടം വന്ന് പ്രയാസത്തിലായി, അതുപോലെ തന്നെ കുടുങ്ങിപ്പോയ യാത്രക്കാർ, സമ്പത്തുള്ള ആളാണ്, പക്ഷെ ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ പെട്ടെന്ന് നഷ്ടപ്പെട്ട് കുടുങ്ങിപ്പോയൊരവസ്ഥയിൽ നമ്മുടെ സക്കാത്തിൽ നിന്നുള്ള ധനം അദ്ദേഹത്തിന് കൊടുക്കൽ നിർബന്ധമാണ്, അദ്ദേഹത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയുന്നിടത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സൈനികമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള 8 വിഭാഗത്തെ എണ്ണി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളിലുള്ള ഒരുപാട് അർഹരായ ആളുകളുണ്ട്. സക്കാത്ത് നൽകാതെ മൂടി വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ആ മറുവശത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹരിൽ നിന്നും ഇത് വാങ്ങുകയും ഇത് കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് വാങ്ങി അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസം നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ വലിയ ശിക്ഷയാണ്. നാളെ പരലോകത്ത് നരകത്തിലെ വലിയ ശിക്ഷകൾ അവർ ആസ്വദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ദുനിയാവിലെ ആസ്വാദനങ്ങൾക്കും ദുനിയാവിന്റെ പിന്നെ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലോ അവന്റെ സമ്പത്തിൽ നിന്നുള്ള ഒരു 2.5% കൊടുക്കാൻ അവൻ മടിക്കുന്നത്. അതിന്റെ പേരിൽ നാളെ ഇവൻ കൂട്ടിവെച്ചിരിക്കുന്ന, കൊടുക്കാതെ കൂട്ടിവെച്ച, കരുതി വെച്ച, ഇവൻ ആസ്വദിച്ച ഈ സമ്പത്തുകൾ മുഴുവൻ നാളെ ഉഗ്രവിഷമുള്ള സർപ്പമായി ഇവന്റെ മുന്നിൽ വരുമെന്നും ഇവന്റെ ശരീരത്തെ പിണഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ ധനമാണ്, നിന്റെ മാലാണ്, നിന്റെ സമ്പത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആഞ്ഞു കൊത്തുകയും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്നുള്ളത് നിർബന്ധ ദാനമാണ്. അത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. എന്നാൽ സ്വതക്കയുണ്ട്, അതും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് സ്വതക്കയുടെ ഒരു മാസം തന്നെയാണ്, യാതൊരു സംശയമില്ല. സ്വതക്ക കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. സക്കാത്തിനെ കൂടാതെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചും റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചും എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ കാക്ഷിച്ചും നമ്മൾ കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസങ്ങളോളം ഈത്തപ്പഴവും വെള്ളവും മാത്രം മാസങ്ങൾ കഴിച്ചു കൂടിയ ചരിത്രമുണ്ട്. കൈകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷെ റസൂലിന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ ഉള്ളത് കൊടുക്കും, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു വിട്ടു.
ഉള്ളത് കൊടുക്കും. അങ്ങനെയുള്ള റസൂലുള്ള റമദാനിന്റെ മാസത്തിൽ കൊടുങ്കാറ്റ് പോലെ സ്വതക്കയുടെ വിഷയത്തിൽ അടിച്ചു വീശിയിരുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ കൊടുത്തു തീർക്കുന്ന അവസ്ഥയിൽ റസൂലുള്ള പ്രവർത്തിച്ചിരുന്നു എന്നാണ്. അത്രയ്ക്കും ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ സ്വതക്കയുടെ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ്. കാരണം ഇരട്ടി പ്രതിഫലമാണ് റമദാനിൽ. മറ്റുള്ള മാസത്തെക്കാളേറെ ഇരട്ടി പ്രതിഫലം റമദാനിലുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായി വലത് കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാതെ നൽകുന്ന സക്കാത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ ഒന്നാണെന്നാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒന്ന് അങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണെന്നാണ്. അതുമാത്രവുമല്ല, ഒരു മസ്ജിദിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു മദ്രസ, മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി, അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്വതക്ക എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ പോലും അവിടേക്ക് പ്രവാഹമായിരിക്കും നന്മകളുടെ. കാരണം നമ്മൾ കൊടുത്തത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു അക്കൗണ്ടിലേക്കാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിരുന്നു, നമ്മളുടെയൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ പഠിച്ചിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ജാമിഅ അൽ ഹിന്ദ് എന്നത്. ആ സ്ഥാപനത്തിൽ നിന്നും 150-ലധികം പണ്ഡിതന്മാർ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പഠിച്ചിറങ്ങി അവർക്ക് ബിരുദം നൽകി. ഈ പണ്ഡിതന്മാരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി നന്മകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരിപ്പിക്കുന്ന നന്മകൾ പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു 10 രൂപയാണെങ്കിലും അതിന് നമുക്ക് വലിയ വിലയുണ്ടാവും. അതിന് വലിയൊരു വിലയുണ്ടാവും. ഇരട്ടിക്കിരട്ടിയായി അത് നാളെ എന്ത് ചെയ്യും? നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൈവശമുള്ള ധനത്തിൽ നിന്നും ഒരു നല്ല സംഖ്യ ആ ഒരു നന്മയുടെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കൊടുക്കണമെന്നാണ്. അതിന് ഇവിടുത്തെ ഭാരവാഹികൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ കൃത്യമായ റെസിപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു നല്ല തുക, നിങ്ങൾ കഴിയുന്ന ഒരു നല്ല തുക ആ ഒരു സ്ഥാപനത്തിന് നന്മയ്ക്ക് വേണ്ടി കൊടുത്താൽ വർഷങ്ങൾ, ഇപ്പോ 3-മത്തെയോ 4-മത്തെയോ ബാച്ചാണ് പഠിച്ചിറങ്ങിയത്. അവിടെ നിന്നും ഇനിയും പണ്ഡിതന്മാർ പുറത്തിറങ്ങും, നമ്മൾ ഖബറിലായിരിക്കും. അവിടെ ഇനിയും പഠനങ്ങൾ നടത്തും, നമ്മൾ ഖബറിലായിരിക്കും. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ ദഅവത്ത് നടത്തും. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി മറ്റു സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. അവിടെയും അറിവിന്റെ വിപ്ലവങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം ഒരു ഓഹരി നമ്മുടെ ഖബറിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം ആ വിഷയത്തിൽ നൽകണമെന്നുള്ളത് കൃത്യമായും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കൈവശമുള്ള സമ്പത്തിന് നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കേണ്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൈസയുടെ വിഷയത്തിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ വില നമ്മുടെ കയ്യിൽ, നമ്മുടെ കൈവശം ഒരു വർഷമായി നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മൾ കണക്ക് കൂട്ടി എന്ത് ചെയ്യണം? കൊടുക്കണം. നിസാബെത്തി ഹൗല് തികഞ്ഞ, ഒരു വർഷം തികഞ്ഞ ഒരു സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ഒരു ബാധ്യതയാണ്. അത് സ്വർണമാകുമ്പോൾ 10.5 പവനാണ് ഏകദേശം കണക്ക് കാണുന്നത്. നമുക്കറിയാം സ്വർണത്തിന്റെയൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മടി തോന്നിയേക്കാം, അതിന്റെ പേരിൽ ഒരു പിന്മാറാനുള്ള ഒരു മനസ്സ് തോന്നിയേക്കാം. പക്ഷേ 10.5 പവൻ സ്വർണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസാബെത്തി ആ 10.5 പവൻ കഴിഞ്ഞ് എത്രയുണ്ടെങ്കിലും, അത് 15 ആണെങ്കിലും 20 ആണെങ്കിലും, അതിന്റെ മൊത്തം തുക കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2.5% നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുത്തു വീട്ടണം. അതല്ലെങ്കിൽ ബാക്കിയുള്ള 97% ഹറാമിന്റെ ധനമായി മാറും, ഹറാമിന്റെ സമ്പത്തായി മാറും. ഈ 2.5% അതുമായി കൂടിക്കലർന്ന് മുഴുവൻ ഇല്ലാതാകുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ നമ്മുടെ കൈകളിലിരിക്കുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ അതൊക്കെ നമ്മുടെ സമ്പത്ത് തന്നെയാണ്. സാധനത്തിന്റെ സ്റ്റോക്കുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പത്താണ്. അതുപോലെ തന്നെ നമ്മളുടെ
കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലാഭങ്ങൾ, അതൊക്കെ നമ്മുടെ സമ്പത്താണ്. അതെല്ലാം നമ്മൾ കണക്ക് കൂട്ടി ഒരു വർഷം തികയുമ്പോ ആഭരണം എടുക്കാം. നമ്മളുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ അക്കൗണ്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള പണം അതിന്റെ കണക്കെടുക്കണം. അതുപോലെ തന്നെ കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ, ചരക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കണക്കെടുക്കണം. അതെല്ലാം ഒരു ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചാൽ അതിനെല്ലാം നമ്മൾ തുകയാക്കി മാറ്റിയിട്ട് അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ രൂപത്തിൽ അതിനെ നമ്മൾ ഗൗരവത്തിൽ നോക്കിക്കാണണം. റബ്ബ് നിശ്ചയിച്ച ഒന്നാണ്, അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ്. അതും 5 പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിന്റെ 5 അടിസ്ഥാന തത്വങ്ങളിൽ 3ാമതായി എണ്ണിപ്പഠിപ്പിച്ചതാണ്. അത് തന്നെ നമസ്കാരമെന്ന് നമ്മൾ ഗൗരവത്തിൽ കാണുന്ന നമസ്കാരത്തോടൊപ്പം അള്ളാഹു ചേർത്തു പറഞ്ഞതാണ്. അതുകൊണ്ട് ഗൗരവപ്പെട്ട കാര്യമാണ്, നിസാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ അതിന് ബാധ്യസ്ഥരാണെങ്കിൽ അത് കൊടുത്ത് മറ്റുള്ളവരുടെ പ്രയാസമടയ്ക്കുന്ന, മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ കിട്ടുന്ന, മറ്റുള്ളവർക്ക് ഒരല്പം സമാധാനവും ഒരല്പം സന്തോഷവും ഒക്കെ പകർന്നു നൽകുന്ന ആ ഒരു നന്മയിലൂടെ നമ്മളുടെ മനസ്സ് ശുദ്ധിയാകും. നമ്മൾക്ക് അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകും. മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും നമുക്ക് കണ്ടറിയാൻ സാധിക്കും. എല്ലാം നമുക്ക് പറ്റും. അതുകൊണ്ട് ആ ഒരു നന്മയിൽ നമ്മൾ പങ്കാളിയാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ അത് കൃത്യമായി നിർവഹിക്കാനും അത് പൂർത്തീകരിക്കാനും അതുവഴിയുള്ള പ്രതിഫലങ്ങൾ, നന്മകൾ പരിപൂർണമായി നേടിയെടുക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിർബന്ധമായും ഒരു വിശ്വാസി കൊടുക്കേണ്ട സക്കാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. സക്കാത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു പ്രത്യേകത, അത് ഈമാൻ ഉള്ളവരുടെ അടയാളം എന്നാണ്. മനസ്സിൽ ഈമാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുമെന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജയിച്ച വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സക്കാത്തിന്റെ വിഷയത്തിൽ സത്യവിശ്വാസികൾ കൃത്യമായിട്ടും അത് പൂർത്തിയാക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വവൈലുൽ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് നാശം. അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതിഹിം കാഫിറൂൻ. അവർ സക്കാത്ത് നൽകാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവരെ അള്ളാഹു ഏത് കൂട്ടരെയാണ് ഉപമിച്ചത്? മുശ്രിക്കുകളോട്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കുകളോടാണ് ആ കൂട്ടരെ ഉപമിച്ചത്. ഇനി സക്കാത്തിനെ സംബന്ധിച്ച് നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്ത്? സക്കാത്ത് ശുദ്ധീകരണമാണ്, സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്, മനസ്സിന്റെ ശുദ്ധീകരണമാണ്. സക്കാത്ത് നൽകുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു, വഖീമുസ് സ്വലാത്ത വആതു സകാത്ത വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. സക്കാത്ത് കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്നാണ്. അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും പാപമോചനം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെല്ലാം ഉപരി അള്ളാഹു സ്വർഗം നൽകും എന്നുള്ളതാണ്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ അത് കാരണമാകുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഏറ്റവും നല്ല ഉന്നത പദവികൾ അലങ്കരിക്കാൻ സക്കാത്ത് നൽകുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നുള്ളതും ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഒരു അമല്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമല് പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന്, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കണം, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, കുടുംബ ബന്ധം ചേർക്കണം. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തോട് പഠിപ്പിച്ചു കൊടുത്ത 4 കാര്യങ്ങൾ ഒന്നേതാണ്? സക്കാത്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, സ്വർഗത്തിൽ സിദ്ദീഖീങ്ങളോടൊപ്പം
ശുഹദാക്കളോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് പോരാട്ടം നടത്തി ത്യാഗസമ്പൂർണമായ ജീവിതം നടത്തി ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ സിദ്ദീഖീങ്ങളായ ശുഹദാക്കളായ ആളുകളുണ്ട്. ആ ആളുകളോടൊപ്പം കടന്നു പോകാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, സക്കാത്ത് ആഭരണത്തിൻ്റെതായാലും നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെതായാലും കച്ചവടത്തിൻ്റെതായാലും അതെല്ലാം നമ്മൾ കൃത്യമായി കൊണ്ട് എന്ത് ചെയ്യണം? കൊടുത്തു വീട്ടുക തന്നെ ചെയ്യണം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ തന്റെ ഒരു മകളുമായി കടന്നു വരുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 സ്വർണ്ണവളകൾ, ആ 2 സ്വർണ്ണവള കണ്ടപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ഇതിന്റെ സക്കാത്ത് നീ നൽകാറുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഇതിന് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കാരണത്താൽ, അത് കൊടുക്കാത്ത കാരണത്താൽ തീ കൊണ്ടുള്ള 2 വളകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ധരിപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീ കൊണ്ടുള്ള 2 വളകൾ നിങ്ങളുടെ കൈകൾ ധരിപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുവോ? അതുകൊണ്ട് അത് കൊടുത്തു വീട്ടണമെന്ന് പറയുമ്പോ ആ 2 വളകളും ഊരി ആ സഹോദരി റസൂലുള്ളാഹിയെ ഏൽപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പേടിച്ചിരുന്നു, അവർ ഭയപ്പെട്ടിരുന്നു. കയ്യിലുണ്ടായിരുന്ന സ്വർണത്തെക്കാളിലും തന്റെ കയ്യിലുള്ള സമ്പത്തിനെക്കാളിലും ഏറ്റവും വലുത് സ്വർഗമാണെന്നും അവിടെയുള്ള ജീവിതമാണ് അവശേഷിക്കുന്നതെന്നും ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം അതാണെന്നും ഒക്കെ അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ 2.5% അത് നമ്മുടേതല്ല. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ മൊത്തവും കണക്ക് കൂട്ടിയിട്ട് ആ തുകയെ 40 കൊണ്ടൊന്ന് ഹരിച്ചു കഴിഞ്ഞാൽ, ഭാഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട തുക എന്താണെന്ന് നമുക്ക് കിട്ടും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞ സ്ഥാപനത്തിലൊക്കെ സക്കാത്തിന് പ്രത്യേകം ഭാഗമുണ്ട് കേട്ടോ. ഈ ജാമിഅ അൽ ഹിന്ദ് പോലെയുള്ള സ്ഥാപനത്തിൽ സക്കാത്തിന്റെ അവകാശികളായ കുട്ടികൾക്ക് വേണ്ടി സക്കാത്തിന്റെ പണം പ്രത്യേകം മാറ്റിവെച്ച് ആ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് ഇരട്ടിക്കിരട്ടി സക്കാത്ത് കൊടുക്കുമ്പോൾ, അങ്ങനെ നല്ല രൂപത്തിൽ കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകം പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാ രംഗത്തും നമ്മൾ ദാനധർമ്മം എന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും നമ്മൾ നൽകുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടിക്കിരട്ടി പ്രതിഫലമായി മാറുമെന്നുള്ളൊരു ബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. ആ രൂപത്തിൽ റമദാൻ നമ്മളിലേക്ക് കൊഴിഞ്ഞു പോവുകയാണ്. 10 ദിവസം പെട്ടെന്ന് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. അതായത് 1/3 ഭാഗം കഴിഞ്ഞു. ഇനി 2 ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ക്ഷീണമുണ്ടാകും, ചൂട് കൂടുന്ന അവസ്ഥകൾ ഇടയ്ക്കുണ്ട്, പ്രയാസമുണ്ടാകും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ പരലോകത്തെ കുറിച്ച് ഓർത്തും നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെട്ടും ഒരല്പം ക്ഷീണമൊക്കെ മറന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പള്ളിയിലേക്ക് വരണം. ഖുർആൻ പാരായണം നടത്തണം, രാത്രി നമ്മൾ നമസ്കാരങ്ങൾ നിർവഹിക്കണം. നോമ്പിനെ കുറ്റമറ്റതായ രൂപത്തിലാക്കണം. വർത്തമാനങ്ങളും സ്വറപറച്ചിലുകളും തമാശയ്ക്ക് കളവ് പറഞ്ഞും വേണ്ടാത്തരം പറഞ്ഞും ഏഷണി പറഞ്ഞും പരദൂഷണം നടത്തിയുമൊക്കെ നോമ്പിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കൂട്ടത്തിൽ സമ്പത്തിന്റെ ശുദ്ധീകരണവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ എല്ലാ അമൽ സ്വാലിഹാത്തുകളും അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ വീഴ്ചകൾ അല്ലാഹുവേ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നുള്ള രോഗികളായി പ്രയാസപ്പെടുന്ന പ്രായം ചെന്നവരും ചെറുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ള പല സഹോദരങ്ങളും ഉണ്ട് റബ്ബേ. അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കഴിഞ്ഞ തവണ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഖബറിലാണ് റബ്ബേ. മരണപ്പെട്ട ആ സഹോദരങ്ങളുടെ, നമ്മളുടെ ഉമ്മമാരുടെ, പിതാക്കന്മാരുടെ, അവരുടെ എല്ലാം പണ്ഡിതന്മാരുടെ ഒക്കെ ഖബറിടം നീ വിശാലമാക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ എല്ലാം ആയുസ്സിനെ നീ ധന്യമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിനെ ധന്യമാക്കണേ റഹ്മാനെ. അല്ലാഹു പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന സൗഭാഗ്യരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിചാരണയില്ലാതെ കടന്നു പോകുന്ന സൗഭാഗ്യരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നത തലങ്ങളിൽ സന്തോഷവാന്മാരായി കഴിയുന്ന സൗഭാഗ്യരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം
تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.